സർക്കാർ ഇങ്ങനെ തുടർച്ചയായ സെമിനാറുകളാണെന്നേ. ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഇനിയിപ്പോൾ ഈ വികസന പരിപാടി ഓരോ വകുപ്പിനും ഓരോ കോടി വീതം കൊടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പും അവരുടെ പരിപാടികൾ എന്താണ് അറിയിക്കാൻ വേണ്ടി, അതായത് ഈ 10 വർഷം എന്തൊക്കെ നടത്തി, ഇനി അങ്ങോട്ട് എന്ത് നടത്തുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് സെമിനാറുകൾ അതിന് കൊടുത്തിരിക്കുന്നു. അത് ഇനിയുണ്ട് സെമിനാർ. ഇനി വികസന സദസ്സ് വരുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തണം. അതിന് കൊടുത്തിരിക്കുന്നത് 30 കോടിയാണ്. ഖജനാവിൽ കാശില്ല എന്ന് പറയും, അതിന് 30 കോടി കൊടുത്തിട്ടുണ്ട്. വികസന സദസ്സ് അത് തദ്ദേശ സ്ഥാപനങ്ങളും ഈ 10 വർഷമാണ്. അതുവരെ കേരളം ഇല്ലല്ലോ. ഈ 10 വർഷത്തെ പരിപാടികൾ, 10 വർഷം കൊണ്ട് കേരളം എത്രത്തോളം നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് 2031 വരെയുള്ളതാണ്. വലിയ ദീർഘദൃഷ്ടിയാണ്. 2031 പരിപാടികൾ പറയാൻ വേണ്ടി അടുത്ത കോൺക്ലേവ് വരുന്നുണ്ട്. അപ്പോൾ സെമിനാർ കോൺക്ലേവ് സർക്കാരാണിത്. അതിലൂടെ വിജയിക്കാനാകുന്ന എളുപ്പ വഴി കൂടെ ഈ സെമിനാറിൽ നടത്തി കുറേ പരിപാടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നടത്തി പാനൽ ചർച്ച നടത്തി കാര്യങ്ങൾ നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ അങ്ങനെ നടത്തുമ്പോൾ ഇപ്പുറത്ത് ഈ തീവ്ര സംഗമത്തിന് വഴിയൊരുക്കി എന്നുള്ളതാണ് സർക്കാർ. അക്കാര്യത്തിൽ സർക്കാരിന് വലിയ ഗുരുതരമായ ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തീവ്ര സംഗമത്തിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ഇടത് സർക്കാരാണ് എന്നുള്ളതാണ്.